മല്ലിയിലയൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ അത് ഡെയിലി യൂസ് ചെയ്യുന്നവർ വളരെ കുറവാണല്ലേ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാലും സ്റ്റോർ ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ നമ്മൾ മേടിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ നന്നായിട്ട് ഇതുപോലെ എല്ലാം നോക്കി ഇതുപോലെ അഴുക്കാകാൻ തുടങ്ങിയിട്ടുള്ള ഇലകളൊക്കെ ഒന്ന് പിച്ചിയെടുത്ത് കളയണം കേട്ടോ. ഇനി അങ്ങനെ നമ്മൾ പിച്ചിയെടുക്കാതെ ഏത് രീതിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഴുക്കായി പോവുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് ഇതുപോലെ അഴുക്കാകാൻ കേടാകാൻ തുടങ്ങിയിട്ടുള്ള ഇലകളെല്ലാം ആദ്യം നന്നായിട്ട് പിച്ചിയെടുത്ത് മാറ്റിക്കളയുക. അതിനുശേഷം നല്ല ഉണങ്ങിയിട്ടുള്ള ഒരു ബോക്സ് എടുത്തതിന് ശേഷം അതിലേക്ക് 4-5 ടിഷ്യൂ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ മല്ലിയില ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. മല്ലിയില ഡയറക്റ്റായിട്ട് ബോക്സിൽ തട്ടാൻ പാടില്ല, ടിഷ്യൂവിൽ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ തിക്കി കൂട്ടി അമുക്കി വെക്കാതെ കുറച്ച് വലിപ്പമുള്ള ബോക്സിൽ തന്നെ വെക്കാൻ ശ്രമിക്കാം. എന്നിട്ട് അതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. മീൻസ് അത് തിങ്ങിക്കൂടി ഇരിക്കാതിരിക്കണം. ഞാനിപ്പം കറിവേപ്പിലയും ഇതുപോലെ തന്നെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരാഴ്ചയൊക്കെ ആയിട്ട് ഉണ്ടാവും ഇതെടുത്ത് വെച്ചിട്ട്. എപ്പോഴും കണ്ടോ നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. തണ്ടിൽ നിന്ന് ഇതളുകൾ വേർപ്പെടുത്തി വേണം കേട്ടോ കറിവേപ്പില വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഓരോ തവണ എടുത്തിട്ട് വെക്കുമ്പോഴും ഉണ്ടല്ലോ, ഇതിൻ്റെ അടപ്പുണ്ടല്ലോ നന്നായിട്ട് തുടച്ചിട്ട് വേണം വെക്കാൻ. അടപ്പിൻ്റെ ഉള്ളിൽ നല്ലോണം ഈർപ്പുണ്ടാവും. അപ്പോൾ ഓരോ തവണ എടുക്കുമ്പോഴും അത് തുടച്ചിട്ട് നന്നായിട്ട് വെക്കുവാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇതിരിക്കും കേട്ടോ.